നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പാലക്കാട് ജില്ലയിലെ CPMന്റെ സമുന്നത നേതാവും വിവാദ നായകനുമായ PK ശശി കോൺഗ്രസിലേക്ക് എത്തുകയാണ്. ഷൊർണൂരിലെ മുൻ MLA, KTDCയുടെ മുൻ ചെയർമാൻ, CPMന്റെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അതിലുപരി പിണറായിയുടെ പാലക്കാട് ജില്ലയിലെ അതീവ വിശ്വസ്തൻ, ഇതൊക്കെയായിരുന്നു PK ശശി. എന്നാൽ അദ്ദേഹത്തിനെതിരെ ഒരു DYFI വനിതാ നേതാവ് ഉയർത്തിയ ലൈംഗിക പീഡനാരോപണം എല്ലാം തകിടം മറിച്ചു. അക്കാര്യത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പാർട്ടി ഒരുപാട് പരിശ്രമിച്ചെങ്കിലും അവസാനം കൈവിടേണ്ടി വന്നു. PK ശശിയുടെക്കെതിരെയുള്ള പീഡനാരോപണം അന്വേഷിച്ച കമ്മിറ്റിയുടെ കണ്ടെത്തൽ വളരെ വിവാദമായിരുന്നു. AK ബാലനും PK ശ്രീമതിക്കും അടങ്ങുന്ന പാർട്ടി കമ്മീഷന്റെ അല്ലെങ്കിൽ പാർട്ടി കോടതിയുടെ കണ്ടെത്തൽ PK ശശി നടത്തിയത് അത്ര തീവ്രതയുള്ള പീഡനം ആയിരുന്നില്ല എന്നതായിരുന്നു. തീവ്രത കുറഞ്ഞ പീഡനം എന്ന വാക്ക് തന്നെ കേരളത്തിൽ പ്രചരിക്കാൻ കാരണം PK ശശി ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും പിന്നീട് PK ശശിയെ പതിയെ CPM തഴഞ്ഞു. MP രാജേഷുമായുള്ള ഏറ്റുമുട്ടലും അതിനൊരു പ്രധാന കാരണമാണ്. MP രാജേഷ് പാലക്കാട്ടെ CPMൽ ശക്തനായി ഉയർന്നു വരുമ്പോൾ അതിനെതിരെ നിലകൊണ്ടയാളാണത്രേ PK ശശി. അവസാനം PK ശശിയെ സാക്ഷാൽ പിണറായി വിജയനും കൈവിട്ടു. ഇതോടെ അദ്ദേഹം പതിയെ CPMൽ നിന്ന് അകന്നു തുടങ്ങി. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ഒരു യോഗത്തിൽ പങ്കെടുത്തത്. മണ്ണാർക്കാട്ടെ ആ യോഗത്തിൽ മുഖ്യാതിഥിയായിട്ടാണ് അദ്ദേഹം പങ്കെടുത്തത്. ആ പങ്കെടുത്തപ്പോൾ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായ ചില സൂചനകൾ നൽകി. താൻ CPM വിടുകയാണ്, UDFിലേക്ക് അടുക്കുകയാണ്, അടുത്ത തവണ വേണമെങ്കിൽ ഷൊർണൂരോ ഒറ്റപ്പാലത്തോ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമെന്ന സൂചന പോലും തൻ്റെ അടുത്ത ആളുകൾ വഴി അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകി. തനിക്കെതിരെ CPMൽ നടക്കുന്ന നീക്കങ്ങൾക്കെതിരെ ഭംഗ്യാന്തരേണയുള്ള ഭാഷയിൽ മുസ്ലിം ലീഗിൻ്റെ വേദിയിൽ വെച്ച് PK ശശി മറുപടി പറയുകയും ചെയ്തിരുന്നു. കൊച്ചി പഴയ കൊച്ചിയല്ല, എന്നാൽ ബിലാൽ പഴയ ബിലാൽ തന്നെയാണ്. മമ്മൂട്ടിയുടെ ബിഗ് ബിയിലെ ആ പ്രശസ്തമായ ഡയലോഗ് എടുത്തു പറഞ്ഞാണ് CPMൽ തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളെക്കുറിച്ച് PK ശശി വാചാലനായത്. ഏതായാലും ശശി CPMന്റെ പിന്നാമ്പുറത്തേക്ക് പോവുകയാണ്, അദ്ദേഹം പാർട്ടി വിടുകയാണ്. ഇനി CPMൽ നിന്നിട്ട് കാര്യമില്ലെന്ന് PK ശശിക്ക് നന്നായി അറിയാം. കാരണം CPMലേക്കുള്ള പുറത്തേക്കുള്ള വഴി പാർട്ടി തന്നെ അദ്ദേഹത്തിന് തുറന്നു കൊടുത്തു കഴിഞ്ഞു. ഒരു കാലത്ത് PK ശശി പറയാതെ CPMൽ പാലക്കാട് ജില്ലയിൽ ഒരു ഇല പോലും അനങ്ങില്ല. പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ പിണറായി എത്തുമ്പോൾ, ജില്ലാ സമ്മേളനങ്ങളിൽ പിണറായി വരുമ്പോഴെല്ലാം പിണറായിയുടെ സന്തത സഹചാരിയായി കൂടെ ഉണ്ടാകുന്ന ആളാണ് PK ശശി. പിണറായിയുടെ ഏറ്റവും അടുത്തയാൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആകുമെന്ന് വരെയുള്ള പ്രചരണങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു. പിണറായിയുടെ ആദ്യത്തെ തവണ ഉള്ള മന്ത്രിസഭയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമെന്നുള്ള പ്രചരണം ഉണ്ടായിരുന്നു. 2016 അദ്ദേഹം MLA ആയപ്പോൾ പാലക്കാട് ജില്ലയിലെ സർവശക്തനായ MLA ആയിരുന്നു. പോലീസിനെ നിയന്ത്രിച്ചിരുന്നത്, മറ്റു വകുപ്പുകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് PK ശശിയായിരുന്നു. എന്നാൽ പീഡനാരോപണം വന്നതോടെ അദ്ദേഹത്തെ പതിയെ പാർട്ടി കൈവിടാൻ തുടങ്ങി. ഏതായാലും ഇപ്പോൾ അദ്ദേഹം CPMൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്, UDFിലേക്ക് പോവുകയാണ്. അദ്ദേഹം UDFിൻ്റെ ഭാഗമായി തീരാൻ ഇനി ഏതാനും മാസങ്ങളെ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും പാലക്കാട് ജില്ലയിലെ കരുത്തനായ നേതാവ് തീവ്രത കുറഞ്ഞ പീഡനാരോപണത്തിൽപ്പെട്ട് പാർട്ടിക്ക് പുറത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്.